നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ റോഡ് ഒന്നാം ഘട്ടം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 5 മണിക്ക് താണിക്കുടം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു. ആചാര വൈവിധ്യങ്ങൾ നിറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ പറപ്പുറപ്പാട് ആരംഭിച്ചു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് MN ലക്ഷം വീട് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് മരത്താക്കരയിൽ നിർമ്മാണം പൂർത്തീകരിച്ച MN നഗർ ഭവനങ്ങളുടെ താക്കോൽ കൈമാറി. മരത്താക്കര MN നഗർ പരിസരത്ത് നടന്ന ചടങ്ങിൽ താക്കോൽ കൈമാറ്റത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. മച്ചാട് മാമാങ്കത്തെ വരവേൽക്കാൻ മണലിത്തറ ദേശം അണിഞ്ഞൊരുങ്ങിയതായി ഭാരവാഹികൾ അറിയിച്ചു. 17നാണ് പൊയ് കുതിരക്കളിക്ക് പ്രശസ്തിയാർജിച്ച മച്ചാട് മാമാങ്കം ആഘോഷിക്കുന്നത്. വാർത്തകൾ വിശദമായി. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ റോഡ് ഒന്നാം ഘട്ടം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 5 മണിക്ക് താണിക്കുടം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു. കെ രാധാകൃഷ്ണൻ MP, MLA-മാരായ AC മൊയ്തീൻ, സേവർ ചിറ്റിലപ്പിള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് എന്നിവർ പങ്കെടുത്തു. പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ പീച്ചിയെയും വാഴാനിയെയും ബന്ധിപ്പിക്കുന്ന റോഡ് BMBC ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കുന്ന കിഫ്ബി പദ്ധതിയാണ് പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ. ആദ്യഘട്ടം മാടക്കത്തറ പഞ്ചായത്തിലെ പൊങ്ങണക്കാട് മുതൽ തെക്കുംകര പഞ്ചായത്തിലെ കരുമത്ര വരെ 11.65 കിലോമീറ്റർ ദൂരം BMBC ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുന്നു. പൂർണ്ണമായും സംസ്ഥാന സർക്കാർ പണം ചിലവഴിച്ച് 58.80 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് വകയിരുത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പൊതുമരാമത്ത് വകുപ്പ് വിഭാഗമായ കേരള റോഡ് ഫണ്ട് ബോർഡാണ് പദ്ധതി നിർവഹണ ചുമതല വഹിച്ചത്. കാന, കലുങ്കുകൾ, ഫുട്പാത്ത് ടൈലിംഗ്, റോഡ് മാർക്കിംഗ്, ബസ് ഷെൽട്ടറുകൾ, റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം പൂർത്തിയാക്കിയാണ് പദ്ധതി നാടിന് സമർപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി കിഫ്ബി വഴി നമുക്ക് ലഭിച്ച 62 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് പൊങ്ങണങ്കാട് മുതൽ കരിമത്ര വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ ഏറ്റവും ഉന്നത നിലവാരത്തിൽ തന്നെയുള്ള വർക്കാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ രണ്ടാം ഘട്ടം നമുക്ക് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊങ്ങണങ്കാട് മുതൽ മുഴിക്കോട് വരെ സ്വാഭാവികമായിട്ടും നമുക്കൊരു വലിയ നേട്ടം. ഈ മലയോര മേഖലയായ വളരെ ചെറിയ ഗ്രാമമായ നമ്മുടെ ഈ പഞ്ചായത്ത്, 2 പഞ്ചായത്ത്, തെക്കുംകര, മാടക്കത്ര പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു വർക്കാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഒല്ലൂരിന്റെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് കെ രാജൻ അവരുടെ പ്രിയപ്പെട്ട വടക്കാഞ്ചേരി MLA-യുടെ ഒക്കെ സമഫലമായി ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഈ റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യ രാജേഷ്, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചിന്നിക്കൽ ഉൾപ്പെടെ ജനപ്രതിനിധികളെ, പൊതുപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മാടക്കത്തറ പഞ്ചായത്ത് ഇന്ന് നമ്മുടെ ജില്ലയ്ക്കകത്ത് എല്ലാ PWD വഴികളും അഥവാ പൊതുമരാമത്തിൻ്റെ എല്ലാ മുക്കും മൂലയും BMBC ആക്കിയ ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്തായി മാറുകയാണെന്ന സന്തോഷം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാന്യ പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളിവിടെ ബഹുമാനപ്പെട്ട MLA വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയും കൂടി എത്തിച്ചേരും. അദ്ദേഹം കൂടി പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഔപചാരികമായി ഈ റോഡ് പൂർത്തീകരണത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ മലയോര മേഖലയിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു റോഡ് നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തോന്നും വിധം നമ്മുടെ നാട്ടിലെ ഏറ്റവും ഗംഭീരമായ ഒരു റോഡിൻ്റെ പൂർത്തീകരണം ഇവിടെ നടക്കുകയാണ്. പീച്ചി വാഴാനി കോറിഡോർ പൂർത്തീകരിക്കുമ്പോൾ അതിലൊരു ഘട്ടമാണ് പൊങ്ങണങ്ങാട് മുതൽ കരിമത്ര വരെ, മറ്റൊരു ഘട്ടം മുടിക്കോട് മുതൽ പൊങ്ങണങ്ങാട് വരെയാണ്. അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈ മാസം തന്നെ അതും പൂർത്തീകരിച്ച് നമ്മുടെ നാടിന് സമർപ്പിക്കും. കേരളത്തിൽ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഭൗതിക സാഹചര്യങ്ങളിൽ വരുത്തിയ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റം കേരളത്തെ അത്ഭുതപ്പെടുത്തുന്ന, ലോകത്തിന്റെ മുമ്പിൽ ശ്രദ്ധേയമാക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നേരത്തെ ഒരു ദിവസം ഞാൻ ഇവിടെ വന്നിരുന്നു. സൈഡിലെ കാന ഉൾപ്പെടെയുള്ള ചില സ്ലാബുകൾ മൂടൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവരെ ഉന്നയിച്ചിരുന്നു. നമ്മുടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളും ആളുകളും ഒക്കെ ഏതാണ്ടത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കുറവുകൾ കൂടി ഉണ്ടെങ്കിൽ അതുകൂടി ഉറപ്പായി
പൊങ്ങനങ്കാട് കരുമത്ര റോഡിന്റെ ഔപചാരികമായ നാടമുറിക്കൽ അതിന് പിറകിലാണ് ജനപ്രതിനിധികൾ, അതിന് പിറകിലായി മറ്റുള്ളവർ അനുസരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം അനൗൺസ്മെന്റ് വാഹനം ഔപചാരികമായ ഉദ്ഘാടന സർക്കാർ വഴികാട്ടിയായി താങ്ങും തണലുമായി കേരളത്തിനകത്ത് മുന്നേറുകയാണ്. കേരളത്തില് വികസന നായകൻ രാജ്യം നയിക്കുന്ന വിളംബര ഘോഷയാത്ര ഇതാ സാഹിത്യം തിരുമാറി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേന്ദ്രത്തിനകത്ത് എത്തിച്ചേർന്ന് കിടക്കുകയാണ്. നവീകരണം ഏകദേശം 58 കോടി രൂപ നീക്കിവെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇത് നടക്കുന്നത്. ഈ പ്രഖ്യാപനം നടത്തുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ശ്രീ മുഹമ്മദ് റിയാസ്, അദ്ദേഹം ഓൺലൈനായി നമ്മളെ സംബോധന ചെയ്യും. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, അദ്ദേഹം അധ്യക്ഷത വഹിച്ച് നമുക്ക് സംസാരിക്കാം. രണ്ട് മന്ത്രിമാരെ, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ് മിനിസ്റ്ററെ, എല്ലാവർക്കും വേണ്ടി നമ്മോടൊപ്പം സ്ഥിരമായുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഔപചാരികതയുടെ പേരിൽ അധ്യക്ഷൻ എന്ന നിലയിൽ സ്വാഗതാശംസിക്കുകയാണ്. സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വതന്ത്രമായ കുടിവെള്ള പ്രൊജക്ടുകൾ അത് വേറെ വരും. അപ്പൊ ഇതിനെല്ലാം തന്നെ കിഫ്ബി അതിന് പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി അവരതിന്റെ എസ്റ്റിമേറ്റ് തരണം. ആ എസ്റ്റിമേറ്റിന്റെ തുക നിശ്ചയിക്കപ്പെടണം. അപ്പോ നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ചാണ്ടി അഴയുമ്പോൾ തൊമ്മൻ മുറുകും, തൊമ്മൻ അഴയുമ്പോൾ ചാണ്ടി മുറുകും എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ഘട്ടങ്ങളിലുമുള്ള മീറ്റിങ്ങുകളിൽ തുടർച്ചയായി ഈ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയും ഇടപെടുകയും നിരന്തരമായ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടത് ഇതിന്റെ എസ്റ്റിമേറ്റ് പൂർണ്ണമായി നൽകുന്ന ഘട്ടത്തില് ഈ യൂട്ടിലിറ്റി തുക കണ്ടെത്തുന്ന കാര്യത്തിലും അത് കൊടുക്കുന്ന കാര്യത്തിലുമാണ് ഏറ്റവും കൂടുതൽ സമയം ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുമായി നമ്മൾ കാര്യം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ദോഷകരമായിട്ടുള്ള ഒരു സായാഹ്നത്തിലാണ് നമ്മളെല്ലാവരും നടക്കുന്നത്. സന്തോഷകരമായിട്ടുള്ള സായാഹ്നം എന്ന് പറഞ്ഞാൽ തികച്ചും സന്തോഷകരമായ സായാഹ്നം. പ്രിയപ്പെട്ട സേവ്യർ ചിറ്റിലപ്പള്ളി എല്ലാവരെയും സ്വാഗതം പറഞ്ഞത് കൊണ്ടാണ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എണ്ണമറ്റ നമ്മുടെ ജനപ്രതിനിധികളെ പീച്ചി ടൂറിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ 2016-17 പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യത്തെ വർഷത്തെ രണ്ടാമത്തെ ബഡ്ജറ്റിൽ ഇടം പിടിച്ച ഒരു പ്രോജക്റ്റാണ് പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആ ബഡ്ജറ്റിലേക്കുള്ള കരട് തയ്യാറാക്കാൻ വേണ്ടി ജനപ്രതിനിധികളും മുൻ ജനപ്രതിനിധികളും ഒക്കെ കൂടി ഇരിക്കുമ്പോൾ ഞാനും അവറച്ചേട്ടനും ഒക്കെ കൂടി ആലോചിച്ച് രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാലോചിച്ച ഒരു വഴിയുടെ ആദ്യഘട്ടമായിരുന്നു. 2 ടൂറിസം മേഖലകളെ ബന്ധപ്പെടുത്താൻ പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ എന്ന പേരതിനിട്ടാലോ എന്നാലോചിച്ച്
ഡോക്ടർ തോമസ് ഐസക്കുമായി ആ കാര്യം ചർച്ച ചെയ്ത് ആ ഘട്ടത്തിൽ ഇതിന് ഔപചാരികമായിട്ടുള്ള അംഗീകാരവും പിന്നീട് ഭരണാനുമതിയും അതിനുശേഷം പ്രഖ്യാപിച്ചതെങ്കിൽ പൊങ്ങണങ്ങാട് മുതൽ കരിമത്ര വരെ യാത്ര ചെയ്യുന്ന ഈ റോട്ടിൽ രാത്രി നേരത്തൊന്ന് പോയി യാത്ര ചെയ്താൽ പകലും രാത്രിയും വ്യത്യാസമല്ലാതെ മലയോര മേഖലയിൽ ഇങ്ങനെ ഒരു റോഡ് നമുക്ക് സ്വപ്നം കാണാൻ സാധ്യമാകുമോ? ഒരു ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണമാണ്. സേവ്യർ വളരെ മനോഹരമായി സൂചിപ്പിച്ചതുപോലെ ഇതിലിത് തീരുന്നില്ല. ആ ആവശ്യങ്ങളെ കണ്ട് പരിമിതമായിട്ടുള്ള നമ്മുടെ സ്രോതസ് ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ഇതൊരു വല്ലാത്ത കാലമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. വികസന പ്രവർത്തനങ്ങൾക്ക് പോയിട്ട് ദുരന്ത മുഖത്തു പോലും ലഭ്യമാകേണ്ട പണം തരാതെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ആഭ്യന്തരമായ വരുമാനത്തെ കൂട്ടിവെച്ചുകൊണ്ട് കിട്ടാവുന്നത് മുഴുവൻ സമാഹരിച്ചുകൊണ്ട് ഈ നാട് മാറണം എന്നൊരു ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ അതിവേഗം ആ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് തെക്കുംകര, മാടക്കത്തറ പഞ്ചായത്തുകൾ മാത്രമല്ല, ഈ നാട്ടിൽ എവിടെ പോയാലും ആ കാഴ്ചകൾ അഭിമാനപൂർവ്വം നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ നേർസാക്ഷ്യങ്ങളായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ വിശദാംശങ്ങൾ സേവ്യർ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ തീരില്ല, അത്രയേറെ വിപുലമാണ് അവിടെ. ഇവിടെയും വളരെ വിപുലമാണ്, പറഞ്ഞാൽ തീരില്ല. കഴിഞ്ഞ 7-ാം തീയതി കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ, കേരളത്തിലെ ജനത സ്വപ്നം കണ്ടൊരു പദ്ധതി. ഒട്ടനവധി പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു, അതൊക്കെ തട്ടിമാറ്റി മലയോര പാത ഇപ്പോൾ വലിയൊരു ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പരിപാലനത്തിനായി റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം അടുത്ത ചടങ്ങ് റോഡ് ഫണ്ട് ബോർഡിന്റെ ഈ റോഡിന്റെ പ്രൊജക്ട് എഞ്ചിനീയർ. ആചാര വൈവിധ്യങ്ങൾ നിറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ പറപ്പുറപ്പാട് ആരംഭിച്ചു. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മച്ചാട് തിരുവാണിക്കാവിൽ ഇളയതാണ് പറപ്പുറപ്പാടിന് നേതൃത്വം നൽകുക. കരുമത്ര, മണലിത്തറ, വിരിപ്പാക്ക, പാർലിക്കാട്, മംഗലം എന്നീ ദേശക്കാർ മത്സരിച്ച് പങ്കെടുക്കുന്ന മാമാങ്കം ഇത്തവണ 17-നാണ് നടക്കുക. തെക്കുംകര, വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട്, എരുമപ്പെട്ടി, വേലൂർ, കടങ്ങോട്, മാടക്കത്ര എന്നീ പഞ്ചായത്തുകളിലെ 8000-ലധികം വീടുകളിൽ ഇളയതിലെ തോളി ഏറ്റിയാണ് പറയെടുക്കുക. മച്ചാട് മാമാങ്കത്തിന്റെ പറപ്പുറപ്പാടിൽ ചെണ്ടയ്ക്ക് സ്ഥാനമില്ല, പകരം കൊമ്പും കുഴലുമുണ്ടാകും. കൂത്തുവിളക്കിന്റെ വെളിച്ചത്തിലാണ് വീടുകളിൽ പറയെടുക്കുക. ക്ഷേത്രത്തിൽ നിന്നും പറ പുറപ്പെടുന്നതോടെ ദേശങ്ങളിലെ വീടുകളിൽ തിറ, പൂതൻ, കുമ്മാട്ടി, നായാടി മുതലായ നാടൻ കലൗരൂപങ്ങൾ വീടുകളിലെത്തും.
സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് MN ലക്ഷം വീട് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് മരത്താക്കരയിൽ നിർമ്മാണം പൂർത്തീകരിച്ച MN നഗർ ഭവനങ്ങളുടെ താക്കോൽ കൈമാറി. മരത്താക്കര MN നഗർ പരിസരത്ത് നടന്ന ചടങ്ങിൽ താക്കോൽ കൈമാറ്റത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. മച്ചാട് മാമാങ്കത്തെ വരവേൽക്കാൻ മണലിത്തറ ദേശം അണിഞ്ഞൊരുങ്ങിയതായി ഭാരവാഹികൾ അറിയിച്ചു. 17നാണ് പൊയ്ക്കുതിരക്കളിക്ക് പ്രശസ്തിയാർജിച്ച മച്ചാട് മാമാങ്കം ആഘോഷിക്കുന്നത്. മാമാങ്കത്തോടനുബന്ധിച്ച് ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ പ്രത്യേകം അലങ്കരിച്ച വേദിയിൽ അരങ്ങേറും. വൈകിട്ട് തിരുവില്ലോമല ഹരി അവതരിപ്പിക്കുന്ന അഷ്ടപതി, പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന നടപ്പുര പഞ്ചവാദ്യം, 8:30 ഉത്സവപ്രേമികളുടെ മനം കുളിർപ്പിക്കുന്ന സാമ്പിൾ വെടിക്കെട്ട്, മാമാങ്ക ദിവസമായ 17 രാവിലെ കുംഭക്കുടം പുറപ്പാട്, 8 കുതിരയ്ക്കൽ പറ, രാവിലെ 11:30 കുതിരയ്ക്കൽ തച്ചന്റെ പറ, ഉച്ചയ്ക്ക് 12 കുംഭക്കുടത്തിന്റെ അകമ്പടിയോടെ കുതിര എഴുന്നള്ളിപ്പ്, 22 വൈകിട്ട് ഇന്ദ്രജിത്ത് വധം ദേശക്കൂത്ത് അവതരണത്തോടെ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രാജീവൻ മൂത്തമന, വർക്കിംഗ് സെക്രട്ടറി ഒ ശ്രീകൃഷ്ണൻ, കമ്മിറ്റി അംഗം വാസുദേവൻ വിളമ്പത്ത് എന്നിവർ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട MLA സേവ്യർ ചിറ്റലപ്പള്ളി അവർ ഉദ്ഘാടനത്തോടു കൂടിയിട്ടാണ് മച്ചാട് മാമാങ്കം മണലിത്തറ ദേശത്തിൻ്റെ ആഘോഷ പരിപാടികൾ നമ്മൾ ആരംഭിച്ചത്. അതുപോലെ തന്നെ വിധാനപ്പന്തലിൻ്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട MLA നിർവഹിക്കുകയുണ്ടായി. പിന്നെ നാളത്തെ ഞായറാഴ്ചത്തെ പരിപാടികൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞായറാഴ്ച 8:30 നമ്മളൊരു സമയം പറഞ്ഞിട്ടുള്ള വെടിക്കെട്ടിൻ്റെ. അപ്പോൾ എല്ലാവിധ അനുമതികളും നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് കോടതിയിൽ നിന്ന് നേടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തിങ്കളാഴ്ച വൈകിട്ട് നാടുമഴത്ത്, വൈകിട്ട് 4:30 നമ്മൾ മണലിത്തറ കിഴക്കേക്കര ചർക്കപ്പടി പാലത്തിൻ്റെ അവിടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു വിധാനപ്പന്തലിൽ നിന്ന് തുടങ്ങി മണലിത്തറ അയ്യപ്പൻകാവിൽ അവസാനിക്കുന്ന രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഫെബ്രുവരി 17 കെട്ടുന്ന ആളുകൾക്ക് അനുമതി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് ഹൈക്കോടതി പോകണമെന്ന് മാത്രം അത്രയാണ് ഇതിന്റെ ഇടയിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ ADM കൊടുക്കുന്ന അപേക്ഷയിൽ ഈ താൽക്കാലിക മാഗസിൻ ഞങ്ങൾ കിട്ടുന്നതാണെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ അല്ല, അവർക്ക് അത് തരാനുള്ള അധികാരം, താൽക്കാലിക മാഗസിൻ തരാനുള്ള അധികാരം ADM-നില്ല. കാരണം അവർക്ക് കൊടുത്തിട്ടുള്ള നിയമത്തിന്റെ ഇത് പറയുന്നില്ല, താൽക്കാലിക മാഗസിന് പറയുന്നില്ല, സ്ഥിരമായിട്ടുള്ള പെർമനന്റ് മാഗസിൻ. അത് മാത്രമാണ് ഇതിന് അനുമതി നിശ്ചയിച്ചു. പക്ഷെ പത്രങ്ങളിൽ വരുന്ന വലിയ വാർത്ത വരുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു ചെറിയൊരു ആശങ്ക, പ്രോപ്പർ ചാനലിൽ പോവാത്ത കാരണം കൊണ്ടാണ് ഇവർക്ക് ഇത് കിട്ടാത്തതെന്നാണ്. പക്ഷെ അതല്ല എന്നുള്ളത് പിന്നീട് വരുന്ന വാർത്തയിൽ വരുന്നില്ല. അല്ലെങ്കിൽ അതിന്റെ ഒരു ഉള്ളടക്കത്തില് ഇത്ര എഴുതി വന്നാൽ മതി, അത് മാഗസീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് വരുന്നില്ല. അത് ഞങ്ങളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഒരു പൂരപ്രേമിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദേശവാസികളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഇതിന്റെ കമ്മിറ്റിക്കാരെ മാനസികമായ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം അറിയാം, നമുക്കിതിന് വലിയ ഭാരിച്ച ചെലവ് വരുന്നതാണ്. സ്ഥിരമായിട്ട് ഒരു തരത്തിലുള്ള സംവിധാനങ്ങളോ മറ്റത് കിട്ടുന്ന, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഗ്രാന്റുകളോ കിട്ടുന്ന ഒരു പൂരങ്ങളല്ല നടന്നു പോകുന്നത്. എങ്കിൽ കൂടി ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ പൂരത്തിന്. പക്ഷേ നമുക്ക് ഇത്തരം വാർത്തകൾ വരുമ്പോൾ ആ ഒരു കാര്യത്തെ വലിയ രീതിയിൽ ബാധിക്കുക. ഇത് വേലാഘോഷ കമ്മിറ്റിക്ക് ഭാരവാഹികളാണ് എത്തിച്ചേർന്നത്. മണലിത്തറ ദേശം മാമാങ്കത്തിന് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. മാമാങ്കത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ഒന്നും നമ്മളിവിടെ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം ഭഗവതി വീടുകളിലേക്ക് എത്തി പറയെടുക്കുന്നതും കേരളത്തിൽ തന്നെ ഒരു പറയെടുപ്പാണ് ഈ രീതിയിലുണ്ടാവുക. അപ്പോൾ മാമാങ്കത്തിന്റെ ഭാഗമായിട്ടുള്ള മണലിത്തറ ദേശം എല്ലാവിധ ഒരുക്കങ്ങളോടുകൂടി സജ്ജീകരണങ്ങളോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സേവ്യർ ചിറ്റലപ്പള്ളി MLA നിർവഹിച്ചു. ഇന്ന് വൈകിട്ട് സോപാന സംഗീതം അമ്പലത്തിലെ, അതോടൊപ്പം തന്നെ നാളെ മേജർ സെറ്റ് പഞ്ചവാദ്യവും വെടിക്കെട്ടും നടത്തുകയാണ്. ആ വെടിക്കെട്ട് പറഞ്ഞ എല്ലാവിധ അനുമതി ജില്ലാ ഭരണകൂടം തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നിന്ന്, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഹൈക്കോടതിയിൽ നിന്നാണ് എടുത്തത്, ആ ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾ എടുത്തതിന്റെ ഭാഗമായി ഇന്ന് ഈ ചുറ്റുവട്ടത്ത് പൊട്ടിക്കുന്ന വെടിക്കെട്ടുകൾക്കെല്ലാം ഒരു മാതൃക കാണിച്ചത് മണലിത്തറ ദേശമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ ഹൈക്കോടതി പോയിട്ട് വെടിക്കെട്ട് ഇങ്ങനെ നടത്താം എന്നുള്ള ഒരു രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ പ്രാവശ്യം വെടിക്കെട്ട് പൊട്ടിച്ചതിന്റെ ഭാഗമായിട്ടാണെന്ന് ഈ ചുറ്റുവട്ടത്ത്
ഉള്ള മുഴുവൻ മച്ചാട് മാമാങ്കത്തിലും ഇന്നലെ വെടിക്കെട്ട് പൊട്ടിയതും നമ്മുടെ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ അതിനുള്ള എല്ലാവിധ ദേശവാസികളുടെ എല്ലാ സഹായ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ അവിടെ നടത്തി പോകുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ പിന്നെ വരുന്നത് നമ്മുടെ നാടുനോട്ട പരിപാടി. കേരള ഫെഡറേഷൻ ഓഫ് പ്രസിഡന്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ സെമിനാർ തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേണൽ തേജേന്ദ്രപാൽ ത്യാഗി വീർ ചക്ര അധ്യക്ഷത വഹിച്ചു. സ്വച്ഛ ഭാരത് റോൾ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ ഇൻ ലോക്കൽ ഗവേണൻസ് എന്ന വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് സെമിനാർ നടത്തിയത്. കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉർവശി വാലിയ, അജിത് കുമാർ PC എന്നിവരും വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. കോർവ ജനറൽ സെക്രട്ടറി S സനൽകുമാർ സ്വാഗതവും പ്രസിഡന്റ് മുരളീധരൻ പുതുക്കുടി നന്ദിയും അറിയിച്ചു. ഇവിടെ വന്നു പോകാൻ ഒരു ഇൻജക്ഷനും ലെബലൈസേഷനും തൽക്കാലം എടുത്തു ഒരു പ്രസംഗത്തിൽ ഞാൻ കോൺഫറൻസ് പ്രസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ നമ്മുടെ രാജ്യത്തെ 19 സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായ നിലവാരത്തിൽ കൂട്ടിച്ചേർന്ന് ജീവിക്കുന്ന റെസിഡന്റ് അസോസിയേഷനുകളുടെ ദേശീയ കൂട്ടായ്മയാണ് മനസ്സിലാക്കാൻ സന്തോഷം. പ്രസിഡന്റ് അസോസിയേഷനുകളിൽ പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദുക്കൾ സ്വാഭാവികമായി കേരളത്തിലെ റവന്യൂ കൂടി 3.25 കോടിയോളം വരുന്ന മനുഷ്യർ നിവസിക്കേണ്ട ഒരു പ്രദേശമായി മാറുന്നു എന്നതുകൊണ്ട് തന്നെ അതിവേഗ മൺകുടുംബങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്ന അവസ്ഥകൾ മറ്റു മാർഗങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. ഭൂമി എന്നത് വല്ലാത്ത ഒരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകുന്ന കാലത്ത് കൂട്ടായും ഫാക്ടറികളിൽ താമസിക്കുന്ന ആളുകളുടെ വലിയ സംഘടന ഉൾക്കൊള്ളുക. ഫാം ഡേയും ജില്ലാതല സെമിനാറും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മാടക്കത്ര കശുമാവ് ഗവേഷണ കേന്ദ്രത്തിന്റെ ഫാം ഡേ സ്പന്ദനം 2026 ആഘോഷ പരിപാടികൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കശുമാവ് ഗവേഷണ കേന്ദ്രം സർവകലാശാലയിലെ മികച്ച വകുപ്പുകളിൽ ഒന്നാണെന്നും ഉൽപാദന മേഖലയിലെ പുതിയ അറിവുകളുടെ കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നവർക്ക് ഒല്ലൂരിന്റെ കൃഷി സമൃദ്ധിയിലേക്കും വിവിധ പദ്ധതികളിലേക്കും തൊഴിൽ മേഖലകളിലേക്കും അവസരങ്ങൾ കണ്ടെത്താനാകും. ഉയരം കുറഞ്ഞ കശുമാവിനമായ ബിദാൻ ബോൺസായ് കാജു വിതരണോദ്ഘാടനം കശുമാവ് ഗവേഷണ കേന്ദ്രം ഉപദേശക സമിതി അംഗം ഡോക്ടർ P സുരേഷ് കുമാർ നിർവഹിച്ചു. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ A സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ ബിനു P ബോണി മുഖ്യപ്രഭാഷണം നടത്തി. ഫാം ഡേയുടെ ഭാഗമായി ഗവേഷണ കേന്ദ്രം പുതിയതായി വികസിപ്പിച്ച 4 വ്യത്യസ്ത രുചികളുള്ള കശുമാങ്ങ ജ്യൂസുകൾ, കശുവണ്ടി ചിക്കി എന്നിവയുടെ പ്രദർശനവും കശുമാങ്ങ വിഭവങ്ങളുടെ പ്രദർശനം, പാചക മത്സരം, കാർഷിക സെമിനാർ എന്നിവയും സംഘടിപ്പിച്ചു. മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, സീഡ്സ് ആൻഡ് പ്ലാനിംഗ് മെറ്റീരിയൽസ് ഡയറക്ടർ ഡോക്ടർ S അനിത, ADR ഫാംസ് ഡോക്ടർ PP മൂസ, മാടക്കത്ര പഞ്ചായത്ത് അംഗങ്ങളായ ജെയ്സൺ ജോണി, സാവിത്രി രാമചന്ദ്രൻ, അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ P രാജി, കശുമാവ് ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ ജലജ S മേനോൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയനൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. HDS ജീവനക്കാർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിലും കാഷ്വൽ ലീവും കോമ്പൻസേഷൻ ലീവും നൽകുവാൻ ചെയർമാൻ എന്ന രീതിയിൽ കളക്ടർ തയ്യാറാകണമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി ആവശ്യപ്പെട്ടു. HDS ജീവനക്കാർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിലും കാഷ്വൽ ലീവും കോമ്പൻസേഷൻ ലീവും നൽകാൻ ചെയർമാൻ എന്ന രീതിയിൽ കളക്ടർ തയ്യാറാകണമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി തൊഴിലാളികൾക്ക് ESI, EPF ആനുകൂല്യങ്ങൾ നടപ്പാക്കുന്നതിൽ ആശുപത്രി അധികൃതർ കാണിക്കുന്ന അലംഭാവം കളക്ടർ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ നടപടികളുമായി INTUC മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് അംഗത്വ മാസ പ്രചരണത്തിന്റെ ഭാഗമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി അങ്കണത്തിൽ നടന്ന അംഗത്വ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ പ്രസിഡന്റ് KN നാരായണൻ അധ്യക്ഷത വഹിച്ചു. INTUC വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് CK ഹരിദാസ്, മണ്ഡലം പ്രസിഡന്റ് IR മണികണ്ഠൻ, NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് രാജു ഫ്രാൻസിസ്, യൂണിയൻ ജനറൽ സെക്രട്ടറി CD വത്സ, KR ഷീല, ഷോബി PS തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ശാസ്ത ഹെൽത്ത് കെയർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ്, SNDP വനിതാ സംഘം സംയുക്തമായി സെർവിക്കൽ ക്യാൻസറിന്റെ 2000 രൂപ വിലയുള്ള പ്രതിരോധ കുത്തിവയ്പ് സൗജന്യമായി ശാസ്ത ഹെൽത്ത് കെയർ ആശുപത്രിയിൽ 17 രാവിലെ 11 രജിസ്ട്രേഷൻ ചെയ്ത 9 വയസ്സുവരെയും 15 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രതിരോധ കുത്തിവയ്പ് നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഡോക്ടർ KA ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ കേരളവർമ്മ വായനശാല, ഗേൾസ് സ്കൂൾ, ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മുളകുന്നത്തുകാവ് നഴ്സിംഗ് കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വാക്സിനേഷൻ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷനും മറ്റ് സ്കൂളിൽ നിന്ന് ലഭിച്ച രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിലാണ് കുത്തിവയ്പ്. ഡോക്ടർ KA ശ്രീനിവാസൻ, CG സുനിൽ, സുഭാഷ് പുഴയ്ക്കൽ, ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ മാനേജർ അഭിലാഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാക്സിൻ മുഖാന്തരം 100% തടയാൻ ഒരു ക്യാൻസർ ലോകത്തുള്ളൂ, സർവൈക്കൽ ക്യാൻസർ. അതിനെതിരെയുള്ള യുദ്ധമാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 17 നമ്മൾ വാക്സിനേഷൻ ചെയ്യുന്നത്. അതായത് ഈ വാക്സിനേഷൻ 2000 രൂപ വരെയുള്ള വാക്സിൻ ഞങ്ങൾ കമ്പനിയുമായി ടൈപ്പ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, തികച്ച സൗജന്യമായി. അതിൻ്റെ ഗുണം 3 ഡോസ് വേണ്ടവർക്ക് 3 ഡോസും 2 ഡോസും 2 ഡോസും മുഴുവൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഈ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക്. ഈ ക്യാമ്പിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ വാക്സിനേഷൻ കിട്ടില്ല. ക്യാൻസറായ സർവൈക്കൽ ക്യാൻസർ മുഖാന്തരം ഒരു ദിവസം 8 മിനിറ്റിൽ ഒരു സ്ത്രീ മരിക്കും. നമ്മുടെ ലോകത്തേക്കുള്ള ക്യാൻസറിന് മുഴുവൻ കാൽഭാഗം, സർവൈക്കൽ ക്യാൻസറിന് കാൽഭാഗം നമ്മളാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടി ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ ഈ സർവൈക്കൽ ക്യാൻസർ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി WHO, അത് ലോകാരോഗ്യ സംഘടന, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട്. 2030 90%
15 വയസ്സുള്ള കുട്ടികൾക്കും സർവൈക്കൽ ക്യാൻസറിനെതിരെ വാക്സിനേഷൻ ചെയ്യണം. 70% 35 വയസ്സും 45 വയസ്സും പ്രായമുള്ള സ്ത്രീകൾക്ക് സ്ക്രീനിങ് ക്യാൻസറിനും ഫലപ്രദമായ ചികിത്സിച്ച് മാറ്റാവുന്ന നല്ല ചികിത്സ കിട്ടുക. അതാണ് WHO ആഹ്വാനം. അതിന് തുടക്കമായിട്ടാണ് നമ്മൾ ഈ വാക്സിനേഷൻ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ 15 വയസ്സിനും മുമ്പിൽ 15 വയസ്സിനാണ് വാക്സിനേഷൻ്റെ ഫസ്റ്റ് സ്ട്രാറ്റജി. 9 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്ക്, പിന്നെ 15 വയസ്സിനും 26 വയസ്സിനും ഇടയ്ക്ക്. ഈ 15 വയസ്സുള്ള കുട്ടികൾക്ക് 2 വാക്സിനേ വേണ്ടു, 0 to 2 months. 26 വയസ്സ് വരെയുള്ളവർക്ക് 0 to 6 months. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 100%, അതായത് 99.6% സർവൈക്കൽ ക്യാൻസർ നമുക്ക് തടയാവുന്നതാണ്. അങ്ങനെ വാക്സിനേഷൻ മുഖാന്തരം സർവൈക്കൽ ക്യാൻസർ ഈ ഭൂലോകത്ത് തന്നെ കുറച്ച് മാറ്റാണ് WHO ആഹ്വാനം. 2030 ഈ 90% എത്തിക്കണം. അമേരിക്കയിലൊക്കെ 80% കുട്ടികൾക്കും വാക്സിൻ ചെയ്ത് കഴിഞ്ഞു. ഓസ്ട്രേലിയയിലാണ് ആദ്യം നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം തുടങ്ങിയത്. അതിന് നമ്മൾ ഇതൊക്കെ ചെയ്യണമായിരുന്നു. നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അർഹരായ രോഗികളുടെ കുടുംബങ്ങൾക്ക് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു. യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് തൃശൂർ TB സെന്ററിൽ അർഹരായ രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് പ്രതീഷ് പോൾ അധ്യക്ഷത വഹിച്ചു. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബിജു എടക്കളത്തൂർ, യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൈസൺ മാത്യു, ട്രഷറർ സുബൈർ വാഴാലിപ്പാടം, ഡോക്ടർ സജീവ് കുമാർ, ഡോക്ടർ ജിൽഷോ ജോർജ്, സുനിത MR, മിനി പ്രമോദ് എന്നിവർ സംസാരിച്ചു. കടന്നു വരാൻ വ്യാപാരികൾ എഴുതി മുന്നിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും വ്യാപാരികൾ അതിനുള്ള പബ്ലിസിറ്റി ഒന്നും കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഇതൊക്കെ ഈ പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് ഓരോ പേഷ്യന്റ് പോകുന്ന അങ്ങനെ മനസ്സിലൂടെ അങ്ങനെ പോകുന്നതാ കൊടുക്കാതെ സാരി ഇങ്ങനെ പറഞ്ഞാൽ ഒരു കിറ്റ് SNDP യോഗം കൌൺസിലറും തൃശൂർ യൂണിയൻ സെക്രട്ടറിയുമായിരുന്ന D. രാജേന്ദ്രൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. SNDP യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ, കുറുക്കഞ്ചേരി ശ്രീ മഹേശ്വരം ക്ഷേത്രം സെക്രട്ടറി, BDJS ജില്ലാ സെക്രട്ടറി, JSS സംസ്ഥാന കമ്മിറ്റി അംഗം, തൃശൂർ കാർഷികേതര വികസന സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. മുൻ മന്ത്രി KR ഗൗരി അമ്മയുടെ വിശ്വസ്തരിൽ ഒരാളായിരുന്നു. കുറുക്കഞ്ചേരി സോമിൽ റോഡിൽ പരേതനായ MN ദിവാകരന്റെ മകനാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെയാണ്. അമ്മ കണിമംഗലം വൈലപ്പള്ളി കുടുംബാംഗം, പരേതയായ സൂര്യഭായാണ്. ആലപ്പുഴ ജില്ലാ രജിസ്ട്രാറായിരുന്നു. ഭാര്യ പനമുക്ക് തയ്യിൽ കുടുംബാംഗം കാന്തിയാണ്. മക്കൾ സിദ്ധാർത്ഥ്, സൂര്യ, മരുമകൻ ശരത്ത്. പുത്തൂർ കൈനൂരിൽ കഴിഞ്ഞ രാത്രിയിൽ പാടത്ത് തീപിടുത്തം. അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. സ്വകാര്യ വ്യക്തിയുടെ പാടത്താണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തൃശൂരിൽ നിന്ന് ഒരു യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. വേനൽ ചൂട് കൂടിയതോടെ പകലും രാത്രിയും പല സ്ഥലങ്ങളിലും തീപിടുത്തമുണ്ടാവുന്നതിനാൽ അഗ്നിരക്ഷാസേനയ്ക്ക് വിശ്രമമില്ലാത്ത നാളുകളായി മാറി. മാർ അദ്ധായ് ശ്ലീഹ പള്ളി സെമിത്തേരിയിൽ അന്നീത പെരുന്നാൾ ഭക്തിനിർഭരം. പറവട്ടാനി ചർച്ച് സ്ക്വയർ മാർ അദ്ധായ് ശ്ലീഹ പള്ളിയിൽ പൂർവികരുടെ വേർപാടിന്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് പ്രാർത്ഥനാ പുഷ്പങ്ങൾ അർപ്പിച്ച് അന്നീത പെരുന്നാളിൽ ആയിരങ്ങൾ പങ്കെടുത്തത്. വിശുദ്ധ കുർബാന വികാരി റവറൻ റൂണോ വർഗീസ് കശീശയുടെ കാർമ്മികത്വത്തിലായിരുന്നു. സെമിത്തേരിയിൽ പൊതു അന്നീത ശുശ്രൂഷകളും അന്നീത വെള്ളം തെളിയിക്കുകയും ധൂപക്കാഴ്ച നടത്തുകയും ചെയ്തു. നേർച്ചക്കഞ്ഞി ആശീർവദിച്ച് വിതരണം ചെയ്തു. കശീഷന്മാരായ സണ്ണിക്കൂള, ജോസ് വെങ്ങാശ്ശേരി, മൈക്കിൾ വളവന്ത്ര, MD അബി, ആന്റണി കൈത്താരൻ, റൂണോ വർഗീസ്, തിമത്തി ബ്രഹ്മകുളം, ഫ്രെഡി ദേവസി, തിമത്യോസ് ജോയ്, ശമാശന്മാരായ ഡെന്നി തൈക്കാടൻ, ബാബു കാരക്കട, ഡെന്നി ഡേവിസ് എന്നിവർ കാർമ്മികരായി. വർണ്ണശബളമായ കൊടിതോരണങ്ങളാലും പുഷ്പങ്ങളാലും ചിരാതും കത്തിച്ച് സെമിത്തേരി അലങ്കരിച്ചു. ഇടവക യൂത്ത് അസോസിയേഷൻ നേതൃത്വം നൽകിയ ശ്ലീവെ അൽ സബറ ധ്യാന പ്രസംഗം റവറൻ നിപുൺ അറക്കൽ കശീശ നയിച്ചു. സെമിത്തേരിയിലേക്ക് മെഴുകുതിരി പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ഇടവേള. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി
അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. ഒല്ലൂർ സെന്ററിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം. 5 അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന മിനി ബസിൽ മരത്താക്കര ഭാഗത്ത് നിന്ന് തൃശൂരിലേക്ക് വന്ന ലോറി ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഒല്ലൂർ സെന്ററിലെ ഹൈമാസ്റ്റ് ലൈറ്റും ഇടിച്ചു തകർത്ത് നിന്നു. പരിക്കേറ്റവരെ ഒല്ലൂർ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിനി ബസിലെ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഗുരുതരമായിരുന്നു പരിക്ക്. മിനി ബസിന്റെ മുൻഭാഗം തകർന്നു. ലോറിക്കും കാര്യമായ കേടുപാടുകൾ പറ്റി. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. MGM കൺവെൻഷൻ ഞായറാഴ്ച ആരംഭിക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊച്ചി ഭദ്രാസനത്തിലെ വടക്കൻ മേഖലയിലെ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ MGM കൺവെൻഷൻ ഞായറാഴ്ച PG റോഡ് ജംഗ്ഷനിലെ MGM നഗറിൽ 22 വരെ നടക്കും. കൊച്ചി, തൃശൂർ, ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ 20-ലേറെ പള്ളികളിലെ വിശ്വാസികൾ പങ്കെടുക്കുന്നുണ്ട്. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് സന്ദേശം നൽകും. 20-ന് മാർത്തമറിയം വനിതാ സമാജം വടക്കൻ മേഖലാ സമ്മേളനം ഡോക്ടർ ജോമി ലിനു ഉദ്ഘാടനം ചെയ്യും. സമാപനത്തിന്റെ ഭാഗമായി ചാരിറ്റി ഫണ്ട് വിതരണവും റിട്രീറ്റ് സെന്റർ നിർമ്മാണോദ്ഘാടനവും ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് നിർവഹിക്കും. വൈസ് പ്രസിഡന്റ് ഫാദർ ഗീവർഗീസ് ജേക്കബ്, ജനറൽ കൺവീനർ ഫാദർ ജോൺ ജോർജ്, ജോയിന്റ് കൺവീനർ KP ഔസേബ്, കൺവീനർ ഫാദർ നിജിൽ യാക്കോബ്, സെക്രട്ടറി ബിനോയ് എബ്രഹാം തച്ചാട്ട്, ട്രഷറർ ഷിബു വർഗീസ് മാമല എന്നിവർ പട്ടിക്കാട് ലാലിസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ഈ കൺവെൻഷൻ 35ാമത് തവണയാണ് പട്ടിക്കാട് MGM നഗറിൽ നടത്തപ്പെടുന്നത്. വടക്കൻ മേഖലയിലുള്ള ഏകദേശം 21ഓളം ഓർത്തഡോക്സ് സഭയുടെ പള്ളികളിൽ നിന്നുള്ള പ്രാതിനിധ്യമാണ് ഇവിടെ വരുന്നത്. ആഗ്രഹിക്കുന്നു. എല്ലാ ദേവാലയങ്ങളും അതാത് ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി വരികയാണ് ചെയ്യുന്നത്. പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്, മറ്റു സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊച്ചി ഭദ്രാസനത്തിൻ്റെ വടക്കൻ മേഖലയിൽ, തൃശ്ശൂർ ചുമന്നമണ്ണ് മേഖലയിലെ വലിയ ഒരു ആത്മീയ കൂട്ടായ്മയാണ് പട്ടിക്കാട് MGM കൺവെൻഷൻ. എല്ലാ വർഷങ്ങളിലും വലിയ നോയമ്പിലെ പേതൃത്വ ദിനം മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു സുവിശേഷ സംഗമമാണ് ഈ കൺവെൻഷൻ. ഭാഗ്യസ്മരണാർഹനായ സക്കറിയ മാർ അന്തോണിയോസ് തിരുമനസിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്ന വലിയ ഒരു കൂട്ടായ്മ ഇന്ന് അഭിവന്ദ്യനായ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് തിരുമനസ് കൊണ്ട് അത് ഏറ്റവും ഭംഗിയായി നടത്തുന്നു എന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഈ വർഷത്തെ ആത്മീയമായ ഈ സംയുക്ത യോഗം ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ MGM നഗറിൽ വെച്ച്, പട്ടിക്കാട് MGM നഗറിൽ വെച്ച് നടത്തുവാൻ വേണ്ടിയാണ് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. മലങ്കര സഭയിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും ആധുനിക കാലത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ചിന്തയോടുകൂടി പറയുന്ന കൺവെൻഷൻ പ്രസംഗരെയാണ് തിരഞ്ഞെടുത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത്. അഭിവന്യ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ യൂലിയോസ് തിരുമനസ്സുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി എഴുന്നള്ളും എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. എല്ലാ ദിവസങ്ങളിലും അഭിവന്ദ്യനായ ഇടവക മെത്രാപ്പോലീത്തയുടെ സാന്നിധ്യമുണ്ട് എന്നതിൽ ആത്മീയ മക്കൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. മലങ്കര സഭയിലെ ഏറ്റവും പ്രശസ്തമായ ഈ സുവിശേഷ യോഗത്തിൽ മർത്തമറിയം വനിതാ സമാജത്തിലെ
പ്രിയപ്പെട്ട പെൺമക്കളുടെ ഒരു വലിയ യോഗം ഉണ്ട്. അത് വെള്ളിയാഴ്ച നടത്തപ്പെടും. ശനിയാഴ്ച സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടേതായ ഒരു വലിയ കൂട്ടം ഇവിടെ വന്ന് പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടേതുമായ വിവിധങ്ങളായ കലാപരിപാടികളും അതേപോലെ അവർക്ക് വേണ്ടിയുള്ള ആത്മീയമായ കാര്യങ്ങൾക്കുള്ള ചർച്ചകളും നടക്കും എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരെയും ഈ ആത്മീയമായ സുവിശേഷ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഒരു 1500-2000 പേര് പങ്കെടുക്കുന്ന സഭയുടെ ചുവന്നമണ്ണ് മേഖലയുടെ 18ഓളം പള്ളികളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു മഹാ കൺവെൻഷനായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഫെബ്രുവരി 15 മുതൽ 22 വരെ കൺവെൻഷൻ ദിവസങ്ങളും സമാപന ദിവസമായ ഫെബ്രുവരി 22-ാം തീയതി ഈ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ ഈ കൺവെൻഷൻ സെൻറ്ററിൽ അവിടെ സഭ നേരത്തെ പല വർഷങ്ങളായി സൂചിപ്പിച്ചിരുന്ന റിട്രീറ്റ് സെൻറ്ററിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും അന്നേ ദിവസം കൊച്ചി ഭദ്രാസനത്തിൻ്റെ അഭിവന്ദ്യനായ മെത്രാപ്പോലിത്തായുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കൺവെൻഷനും തുടർന്ന് 22-ാം തീയതി നടക്കുന്ന റിട്രീറ്റ് സെൻറ്ററിൻ്റെ ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റിട്രീറ്റ് സെൻറ്ററിൻ്റെ ശിലാസ്ഥാപനത്തിലും ചുവന്നമണ്ണ് മേഖലയെ പ്രതിനിധീകരിക്കുന്ന എല്ലാ പള്ളികളിൽ നിന്നുള്ള വിശ്വാസികളും അതോടൊപ്പം തന്നെ മറ്റ് സഹോദര സഭകളിൽ നിന്നുള്ള വിശ്വാസികളുടെയും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. 35ാമത് പട്ടിക്കാട് MGM കൺവെൻഷൻ ദൈവകൃപയാൽ ഈ വർഷവും ഫെബ്രുവരി 15 മുതൽ 22 വരെ ഭംഗിയായി നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 15-ാം തീയതി വൈകിട്ട് ബഹുമാനപ്പെട്ട കണ്ണീനറച്ചൻ ഓർമ്മിപ്പിച്ചതുപോലെ വൈകിട്ട് 2 മെത്രാപ്പോലിത്താമാരുടെ പ്രത്യേകിച്ച് കുന്നംകുളം മദ്രാസനാധിപനായിരിക്കുന്ന ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമനസ്സുകൊണ്ടും അഭിനന്ദ ഡോക്ടർ യാക്കൂബ് മാർ എരീൻസ് തിരുമനസ്സുകൊണ്ടും സാന്നിധ്യം അറിയിക്കുന്നു. വിവിധങ്ങളായ ദിവസങ്ങളിൽ അൽമായ പ്രമുഖരും അതുപോലെ തന്നെ വൈദികരും പ്രസംഗങ്ങൾക്ക് നേതൃത്വം നൽകും. അവസാന ദിവസമായ 22-ാം തീയതി ഞായറാഴ്ച രാവിലെ കൺവെൻഷൻ പന്തലിൽ തന്നെ അഭിമന്യ മെത്രാപ്പോലിത്ത തിരുമനസിന്റെ മുഖ്യ കാർമ്മികത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഈ കൺവെൻഷൻ അവസാനിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ സമാജത്തിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും സംഗമങ്ങൾ നടത്തപ്പെടുന്നു. അവസാന ദിവസം ഈ കൺവെൻഷനിലൂടെ എല്ലാ വർഷവും ചാരിറ്റിക്കായി നൽകുന്നുണ്ട്. അത് രോഗികളായിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഡയാലിസിസ് ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടുന്ന വിധം അവർക്കത് നൽകുവാനായിട്ട് അപേക്ഷകൾ ക്ഷണിച്ച് നമ്മളതിന് വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രകാരം ഈ കൺവെൻഷൻ കേവലം വചന ശുശ്രൂഷ മാത്രമല്ല, അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണമാണ് ഇതിൻ്റെ ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കട്ടെ. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആ വലിയ ദൈവവചനത്തിൻ്റെ അനുഗ്രഹപ്രദമായ ഉറവയിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുദിനമായ വളർച്ചയിൽ ദൈവകൃപയിൽ വളരുവാൻ തക്കവണ്ണം ഏവരെയും സന്തോഷത്തോടെ ഈ യോഗങ്ങളിലേക്ക് വൈകിട്ട് 7 മണി മുതൽ 6 മണിക്ക് സന്ധ്യാനമസ്കാരത്തോടെ ആരംഭിക്കുന്ന യോഗത്തിൽ 7:15 പ്രസംഗം ആരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 8:30 ഈ യോഗം അവസാനിക്കും. അതിൽ എല്ലാവരുടെയും നാനാജാതി മതസ്ഥരായ എല്ലാ ആളുകളെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഹർദവുമായി ഈ യോഗങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. LDF ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 18, 19, 20, 21 തീയതികളിൽ മണ്ഡലത്തിൽ വികസന സന്ദേശ ജാഥ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ ഒല്ലൂരിൽ അറിയിച്ചു. ഒല്ലൂരിന്റെ MLA യും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുമായ K. രാജൻ ക്യാപ്റ്റനായും
LDF നിയോജക മണ്ഡലം സെക്രട്ടറിയും CPI മണ്ണുത്തി ഏരിയ സെക്രട്ടറിയുമായ MS പ്രദീപ് കുമാർ ജാഥ മാനേജറുമായി നേതൃത്വം നൽകും. ഘടകകക്ഷി നേതാക്കളായ PD റെജി, ജോസ് മുതുകാട്ടിൽ, ഷീജു കിടായി, CV ജോസുട്ടി, ഷാജൻ ജോസ്, നിഷാദ് അമ്പലത്ത് എന്നിവർ പങ്കെടുക്കും. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2350 കോടി രൂപയുടെ വികസനം സാധ്യമാക്കാൻ LDF സർക്കാരിനും MLAയ്ക്കും കഴിഞ്ഞിട്ടുണ്ടെന്നും പുതിയ ബജറ്റിലൂടെ 117.70 കോടി രൂപയുടെ പദ്ധതികൾ ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും നാടിനെ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ച രാജകാലമാണ് ഈ 10 വർഷത്തിലൂടെ ഒല്ലൂർ അനുഭവിച്ചതെന്നും 40,000 പേർക്ക് സർക്കാർ ഒല്ലൂർ മണ്ഡലത്തിൽ മാത്രം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായ വികസന മുന്നേറ്റത്തിന്റെ അടയാളങ്ങളെല്ലാം ഒല്ലൂരിന്റെ സമസ്ത മേഖലകളിലും കാണാൻ കഴിയും. മണ്ഡലത്തിലെ 43 സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഹൈടെക് ആക്കി മാറ്റി. ആരോഗ്യരംഗത്ത് 48.92 കോടി രൂപ ചിലവഴിച്ചു. സംസ്ഥാനത്തുടനീളം 5 ലക്ഷത്തിനടുത്ത് കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി. ഒല്ലൂരിലെ 2243 കുടുംബങ്ങൾക്ക് മലയോര പട്ടണ വിതരണത്തിലൂടെ സ്വന്തമായി ഭൂമി ലഭ്യമായി. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് വികസന സന്ദേശ ജാഥ. ചിയാരം, നെടുപുഴ, മരോട്ടിച്ചാൽ, മാന്നാമംഗലം, പുത്തൂർ, മരത്താക്കര, വളർക്കാവ്, വിലങ്ങന്നൂർ, കണ്ണാറ, ചേരുംകുഴി, വലക്കാവ്, മൂർക്കനിക്കര, നടത്തറ, പൂച്ചട്ടി, വാണിയമ്പാറ, പട്ടിക്കാട്, മണ്ണുത്തി, ചിറക്കക്കോട്, കട്ടിലപ്പൂവം തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നടക്കും. വാർത്താ സമ്മേളനത്തിൽ MS പ്രദീപ് കുമാർ, ജോസ് മുതുകാട്ടിൽ, PD റെജി, വർഗീസ് കണ്ടംകുളത്തി എന്നിവർ പങ്കെടുത്തു. വികസന സന്ദേശയാത്ര ഈ മാസം 18, 19, 20, 21 തീയതികളിലായി മണ്ഡലത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സ്ഥല MLA അഡ്വക്കേറ്റ് K. രാജൻ മന്ത്രി, ക്യാപ്റ്റനും LDFന്റെ മണ്ഡല സെക്രട്ടറി MS പ്രദീപ് കുമാർ, മാനേജറുമായിട്ടുള്ള വിവിധ ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തുകൊണ്ടുള്ള ജാഥയാണ് 4 ദിവസം സംഘടിപ്പിച്ചത്. 10 വർഷക്കാലം ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിയ വിപുലമായ വികസന പ്രവർത്തനങ്ങളുടെ ഒരു സന്ദേശം ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക, ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗ്രാമം സംഘടിപ്പിക്കുന്നത്. 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി മണ്ഡലത്തിൽ ആകെ നടത്തിയത്. പുതിയ ബജറ്റ് നിർദ്ദേശത്തിലാണെങ്കിൽ 137 കോടി രൂപയോളം പുതിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുമ്പോൾ പുതിയ ബജറ്റ് നിർദ്ദേശമായി അനുവദിക്കപ്പെട്ടുകൊണ്ട് അത് ഈ മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയിലും സ്പർശിച്ചു പോകാവുന്ന വികസനം നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് BMTC റോഡുകൾക്ക് വേണ്ടി മാത്രമായിട്ട് 552 കോടി രൂപ ഇതിനകം തന്നെ ചെലവഴിക്കപ്പെട്ട് കഴിഞ്ഞു. റോഡുകളുടെ പണി പൂർത്തീകരിച്ചു. ടൂറിസം മേഖലയിൽ 61 കോടി രൂപയോളം, അതോടൊപ്പം തന്നെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 43 കോടി രൂപയോളം മുതൽ മുടക്കി 102 സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ചു. മുല്ലക്കര മുസ്ലിം ജാറത്തിൽ ഒരാഴ്ച നീണ്ടുനിന്ന വലിയുല്ലാഹി ഷൈഖ് മുഹമ്മദ് ഷഫീർ തങ്ങളുടെ ആണ്ട് നേർച്ചയിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് HMCയുടെ നേർച്ച. ചാണോത്ത് നിന്ന് ആരംഭിച്ച് എടപ്പലം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്തെത്തി മാനവികതയുടെ സന്ദേശം വിളിച്ചോതി. HMCയുടെ നേർച്ച എല്ലാ വർഷവുമുണ്ട്. ആൽപ്പാറ മൂലദേശത്തിന്റെ നേർച്ച ആൽപ്പാറ സെന്ററിൽ നിന്ന് ആരംഭിച്ച് എടപ്പലം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്തെത്തി ദഫ്മുട്ട്, ബാൻസെറ്റ്, വീരനാട്യം എന്നിവയുടെ അകമ്പടിയോടെ വർണ്ണാഭമായി മുല്ലക്കര ജാറത്തിൽ പ്രവേശിച്ചു. ആരോഗ്യകരമായ ജീവിതശൈലിയും പരിസ്ഥിതി സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കാൻ തൃശൂരിൽ ശ്രദ്ധേയമായ സൈക്കിൾ യാത്ര സംഘടിപ്പിച്ചു. തൃശൂർ സിവിൽ സ്റ്റേഷനിൽ നിന്ന് ചൂണ്ടൽ വരെ സൈക്കിൾ യാത്ര ജില്ലാ ഭരണകൂടവും സൈക്ലേഴ്സ് തൃശൂരും ചേർന്നാണ് നടത്തിയത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പങ്കെടുത്തു. ചൂണ്ടലിൽ രാവിലെ എത്തിച്ചേർന്ന സംഘം തിരിച്ച യാത്ര രാവിലെ 9:50 സിവിൽ സ്റ്റേഷനിലെത്തി സമാപിച്ചു. ട്രഷറർ സനോജിന്റെയും സെക്രട്ടറി ഡാനിയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി ക്രമീകരിച്ചത്. ഉത്സവം നടത്താൻ നമ്മുടെ മണ്ഡലത്തിൽ മറ്റൊരു സ്ഥലത്ത് സാധ്യമല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ റോഡ് 1ാം ഘട്ടം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 5 മണിക്ക് താണിക്കുടം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു. ആചാര വൈവിധ്യങ്ങൾ നിറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ പറപ്പുറപ്പാട് ആരംഭിച്ചു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് MN ലക്ഷം വീട് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് മരത്താക്കരയിൽ നിർമ്മാണം പൂർത്തീകരിച്ച MN നഗർ ഭവനങ്ങളുടെ താക്കോൽ കൈമാറി. മരത്താക്കര MN നഗർ പരിസരത്ത് നടന്ന ചടങ്ങിൽ താക്കോൽ കൈമാറ്റത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. മച്ചാട് മാമാങ്കത്തെ വരവേൽക്കാൻ മണലിത്തറ ദേശം അണിഞ്ഞൊരുങ്ങിയതായി ഭാരവാഹികൾ അറിയിച്ചു. 17നാണ് കൊയ് കുതിരക്കളിക്ക് പ്രശസ്തിയാർജിച്ച മച്ചാട് മാമാങ്കം ആഘോഷിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.